ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. NT സ്കാൻ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്താണെന്നൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇന്നലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, അതായത് ഞാൻ NT സ്കാൻ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ കണ്ടോക്കൂ കേട്ടോ. എന്താണ് ഡബിൾ മാർക്കർ ടെസ്റ്റ്, അല്ലെങ്കിൽ എന്തിനാണ് NT സ്കാൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം എൻ്റെ ഒരു ടൈമിലും എനിക്ക് ഈ NT സ്കാനും ഡബിൾ മാർക്കർ ടെസ്റ്റൊക്കെ പറഞ്ഞപ്പോഴും ഞാനും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, എന്തിനാണ് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം, ഇത് ചെയ്യണോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ, ഇതൊക്കെ നമുക്ക് കുറേ പേർക്ക് പറഞ്ഞു തരാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ നമുക്ക് വലിയ കാര്യമായിട്ട് അറിവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ റെഫർ ചെയ്തതിൻ്റെ ബേസിസിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ NT സ്കാൻ ഡബിൾ മാർക്കർ ടെസ്റ്റിന് പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്ക് NT സ്കാൻ ഡബിൾ മാർക്കർ ടെസ്റ്റ് നടന്നത് 12 വീക്സ് പ്ലസ് 6 ഡേയ്സ് ഉള്ളപ്പോഴാണ്. അതായത് നമ്മൾ 3rd മന്തിലെ സ്കാനിങ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനിങ് ആണ്. ഒരുവിധ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷേ ചില ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ച് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരത് പറയുള്ളൂ. അങ്ങനെയുണ്ട്. പക്ഷേ എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ ഈ ഒരു സ്കാനും ടെസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഇപ്പം അത് ത്രൂ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏർലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്കാൻ, അല്ലെങ്കിൽ ഈ ഒരു 3rd മന്തിലെ NT സ്കാൻ അല്ലെങ്കിൽ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ 2nd സ്കാനിങ് ആണ് ഇത് വരുന്നത്, ഈ NT സ്കാൻ അല്ലെങ്കിൽ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഈ ടെസ്റ്റിന് പോയ സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം, ഞങ്ങൾ രാവിലെ നമ്മൾ ചെയ്യുന്ന പോലെ ഇതിനെ ഏർലി അനോമലി സ്കാൻ എന്നും പറയും കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് സ്കാനിങ് ചെയ്യാനായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി ഫുഡ് എന്താണോ രാവിലെ കഴിക്കുക, വെള്ളം നല്ലോണം കുടിക്കുക, എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക. ഹോസ്പിറ്റലിൽ പോയി എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ, ഞാൻ കാണിക്കുന്ന ജ്യോതിമേരി ഡോക്ടറാണ്. പക്ഷേ എനിക്ക് സ്കാനിങ് ഒക്കെ ചെയ്യുന്നത് വേറൊരു ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ട്രാൻസ് അബ്ഡോമിനൽ സ്കാൻ തന്നെയാണ്, അല്ലാതെ ട്രാൻസ് വെജൈനൽ അല്ല. അപ്പോൾ നമ്മുടെ അടുത്ത് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും, എങ്ങനെയാണ് കിടക്കേണ്ടതെന്നൊക്കെയുള്ള നമുക്ക് പറഞ്ഞത് നമ്മുടെ വയറുമ്മേക്കൂടെ തന്നെയാണ് സ്കാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കുറച്ചൊക്കെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അത് പറ്റാതെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് ചെന്നിട്ട് യൂറിനൊക്കെ പാസ് ചെയ്ത് ഒന്ന് നടന്നിട്ട് വരാനായിട്ട് പറഞ്ഞു. ചില ബേബീസ് ഇങ്ങനെ ഭയങ്കര എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊന്ന് നടന്നിട്ട് വരാനോ, അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് വരാനോ, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തിട്ട് വരാനോ ഒക്കെ ആയിട്ട് പറയും കേട്ടോ. അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില കേസസിൽ ഇപ്പോൾ ട്രാൻസ് അബ്ഡോമിനൽ അല്ലാതെ ട്രാൻസ് വെജൈനലായിട്ടും ചെയ്യും. അത് വേറെ കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടല്ല, അവർക്ക് ആ മെഷർമെൻറ്റ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് വയറിന് മീതെ കൂടെ നോക്കുമ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ ട്രാൻസ് വെജൈനലായിട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അവർ എന്താ പറയുക, അതിനുള്ള സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വേദന എടുപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് അവർ ഇതൊക്കെ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. എനിക്കങ്ങനെയായിരുന്നു. എൻ്റെ ഡോക്ടേഴ്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നഴ്സുമാരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർ നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അതിനുശേഷമാണ് നമ്മളടുത്ത് അത് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ടെൻഷനൊക്കെ, എനിക്കറിയാം എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും ഇങ്ങനെ സമയങ്ങളിൽ, പക്ഷെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കൂളായിട്ട് കഴിയുന്ന പ്രൊസീജിയേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ NT സ്കാൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് റിപ്പോർട്ടിലുണ്ടായിരുന്നത്, അതായത് NT സ്കാനും ഡബിൾ മാർക്കർ ടെസ്റ്റും കഴിഞ്ഞപ്പം എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേറെ ഇഷ്യൂസൊന്നുമില്ല, വേറെ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ബേബി ഇച്ചിരി വെയിറ്റ് കുറവുണ്ട്. അപ്പോൾ അതിന് എനിക്കൊരു മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഫുഡിൽ ചെറിയ ചേഞ്ചസൊക്കെ വരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബി വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചിരുന്ന ഫുഡ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡാണ് ഞാൻ ബേബി വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് കഴിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ.
ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ, എന്താണ് ഡബിൾ മാർക്കർ ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് NT സ്കാൻ, ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ എന്താ പറയുക എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലിയിലും അതുപോലെ ഫ്രണ്ട് സർക്കിളിലൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അപ്പോൾ അവർക്ക് എന്തായാലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസ് എപ്പോഴും പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് തോട്ടൊക്കെ നമ്മുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കും പൊട്ടയാണ്, നമ്മുടെ ബേബിക്ക് അത് ഭയങ്കര ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങളുടെ ഈ പ്രഗ്നൻസി ജേർണി എൻജോയ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ളത് ഞാൻ വിചാരിക്കണു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കൂടുതൽ പ്രഗ്നൻസി റിലേറ്റഡ് ടോപ്പിക്സും കണ്ടൻസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.